ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. പ്രിയമുള്ള ഏവരുമേ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. അനുഗ്രഹീതമായ ഒരു നോമ്പുകാലത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. നോമ്പ് നമ്മുടെ ഉള്ളിൽ നന്മകൾ വിതറുകയും മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തുകൊണ്ട് നമ്മുടെ കർത്താവിനെ കാണുവാൻ, പഞ്ചമുറിവുകളെ അനുഭവിച്ചറിയുവാൻ, കാൽവറിയുടെ യാത്രയിലൂടെ ഉയർത്തെഴുന്നേറ്റ നമ്മുടെ കർത്താവിൻ്റെ പ്രകാശപൂരിതമായ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ നമ്മെ സഹായിക്കട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു. നോമ്പിൽ രണ്ടാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയ ഞായറാഴ്ച. വിശുദ്ധ ലൂക്കോസ് എവങ്കേലിസ്തൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 12 മുതലുള്ളതായ വേദഭാഗമാണ് പരിശുദ്ധ സഭ ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെ നാം ഒന്നാമതായി കാണുന്നത് സൗഖ്യം ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനെയാണ് നമ്മൾ കാണുന്നത്. കുഷ്ഠരോഗിയായ മനുഷ്യൻ്റെ അവസ്ഥ എന്നുള്ളത് തൻ്റെ വീട്ടിൽ നിന്നും, ആലയത്തിൽ നിന്നും, സമൂഹത്തിൽ നിന്നും അവൻ്റെ ഇടം നഷ്ടപ്പെടുകയാണ്. ശരീരത്തിൽ അവൻ മുറിവുകൾ അനുഭവിക്കുകയാണ്. മനസ്സുകൊണ്ട് അവൻ ഒറ്റപ്പെട്ടു പോവുകയാണ്. ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഇതാ ഈ മനുഷ്യൻ കർത്താവിനോട് ആവശ്യപ്പെടുകയാണ്, എനിക്ക് സൗഖ്യം ഞാൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല, കാൽക്കൽ വീണുകൊണ്ട് അവൻ പറയുകയാണ്, ശുദ്ധനാകുവാൻ തക്കവണ്ണമുള്ള ഒരു വലിയ ആഗ്രഹം അവൻ പ്രകടിപ്പിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ ആ മനുഷ്യൻ്റെ മുറിവുകൾ എന്നതുപോലെ സമൂഹത്തിൽ നിന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന മുറിവുകൾ എന്തൊക്കെയാണ്? വാക്കുകൾ കൊണ്ട്, വാളുകൊണ്ട്, വാട്സപ്പ് കൊണ്ട് ഒക്കെ സഹമനുഷ്യരെ എത്രമാത്രം മുറിവുകളിലേക്ക് തള്ളിവിടുന്നൊരു സമൂഹമായി ഇന്ന് മനുഷ്യൻ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ചുറ്റുപാടും മനുഷ്യർ ജീവിക്കുമ്പോൾ മുറിവുകളുമായി ജീവിക്കുന്ന മനുഷ്യരുടെ അരികിലേക്ക് അവർക്ക് നമ്മളുടെ വാക്കുകളും പ്രവൃത്തികളും സാന്നിധ്യവും ഒരു സൗഖ്യമാകേണ്ടുന്നത് ഈ കാലഘട്ടത്തിൽ ആവശ്യമല്ലേ എന്ന് ഈ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് ഈ കാലഘട്ടത്തിൽ ഒന്ന് ചിന്തിക്കേണ്ടുന്നത് ആവശ്യമല്ലേ? അപ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം അവിടെ ആ മനുഷ്യനിലേക്ക് സൗഖ്യമായി ഇറങ്ങി ചെല്ലുകയാണ്. കർത്താവ് അവനെ തൊടുന്നതായിട്ടാണ് നമ്മളവിടെ കാണുന്നത്. പ്രത്യേകിച്ച് സൗഖ്യം ആഗ്രഹിക്കുന്ന മനുഷ്യൻ അവൻ സൗഖ്യം പ്രാപിക്കുന്നു. ആ മനുഷ്യനെ നാം കാണുമ്പോൾ അവന് സൗഖ്യം നൽകിയ ക്രിസ്തുവിനെയാണ് നാം അവിടെ കാണുന്നത്. ദൈവത്തിൻ്റെ വലങ്കൈ ഇസ്രായേൽ മക്കളെ വഴി നടത്തിയതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വഴി നടത്തുമെന്നുള്ള ഒരു വലിയ സ്പർശനത്തിൻ്റെ സുവിശേഷമാണ് നമ്മളവിടെ കാണുന്നത്. പ്രത്യേകിച്ച് അവൻ പഴയയിടത്തേക്ക് അവൻ തിരികെ ചെല്ലുകയാണ്. ആലയത്തിലേക്ക്, ആരാധനയിലേക്ക് അവൻ വീണ്ടും ചെല്ലുന്നൊരു അനുഭവം അവനവിടെ സാധ്യമാകുന്നു. അവൻ്റെ വീട്ടിലേക്ക്, അവൻ്റെ സമൂഹത്തിലേക്ക്, അവൻ നഷ്ടപ്പെട്ട ഇടത്തേക്ക് അവനെ തിരികെ കൊണ്ട് ചെല്ലുന്നത് മനസ്സിലുള്ളതായ ഒരു കർത്താവിൻ്റെ സാന്നിധ്യമാണ്. ബെന്യാമിൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ ഒരിക്കൽ പറഞ്ഞത് ഓർക്കുകയാണ്, നേതാക്കളൊക്കെ അവരവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ യേശു തമ്പുരാൻ മനസ്സലിയുന്ന ഒരു വലിയ അനുഭവമാണ് നമ്മളവിടെ കാണുന്നത്. അതാണ് ദൈവത്തിൻ്റെ സാന്നിധ്യമായി നമ്മൾ ഓരോരുത്തരും അവിടെ നമ്മൾ തിരിച്ചറിയേണ്ടുന്നത്. മാത്രവുമല്ല, യേശു തമ്പുരാൻ തൊട്ട ഓരോ മനുഷ്യരെയും നാം കാണുന്നുണ്ട്. വിശുദ്ധനായ ഫ്രാൻസിസ്, അതോടൊപ്പം ഫാദർ ഡാമിയൻ, മദർ തെരേസ, പരിശുദ്ധനായ പരിമല തിരുമേനി, പാമ്പാടി തിരുമേനി, പത്രോസ് മാർ ഒസ്താത്യൂസ് തിരുമേനി, ഗീവർഗീസ് മാർ ഒസ്താത്യൂസ് തിരുമേനി, ഇങ്ങനെ നീളുന്നതായ ക്രിസ്തു തൊട്ട ഓരോ മനുഷ്യരിലൂടെയും അവർ കുഷ്ഠരോഗികളെയും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെയും ഒക്കെ തൊടുന്നത് നമ്മൾ ഓരോരുത്തരും ഓർത്തിരിക്കേണ്ടുന്ന അനുഭവമല്ലേ? ഒരിക്കലൊരു യുദ്ധത്തിൽ ക്രിസ്തുവിൻ്റെ ഒരു പ്രതിമയുടെ ഒരു കൈ നഷ്ടപ്പെട്ടു. അവിടെയുള്ളവർ അത് വീണ്ടും അത് പിടിപ്പിക്കണമെന്ന് പറയുമ്പോൾ ഇനി ഇവിടെയുള്ള മനുഷ്യരാകട്ടെ ക്രിസ്തുവിൻ്റെ കരം എന്ന് അവിടെ ആരോ പറഞ്ഞതായി വായിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. ഒന്നാമതായി, ശുദ്ധനാകുവാൻ ആഗ്രഹിച്ചൊരു മനുഷ്യൻ. ഇന്ന് ഏറെ മനുഷ്യരും മുറിവുകളിലാണ്. അവർക്ക് നമ്മുടെ വാക്കുകളും സാന്നിധ്യവും ഒരു സൗഖ്യമാകേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമല്ലേ? രണ്ടാമത്, ദൈവത്തിൻ്റെ കരം നമുക്ക് നൽകുന്നതായ സൗഖ്യം. ആ സൗഖ്യത്തോട് ചേർന്നിരുന്നുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു നല്ല സ്പർശനമായി, ഭാരതത്തിൽ നിലനിന്നിരുന്ന സ്പർശന ചികിത്സ പോലെ മറ്റുള്ളവർക്ക് നല്ല സ്പർശനങ്ങളായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. സർവശക്തൻ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.